ഡോക്ടർ രശ്മി, ഇപ്പോൾ രാഗേന്ദു പറഞ്ഞതിൻ്റെ ബാക്കി അടിച്ചു വയ്ക്കണമെങ്കിൽ ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറയുന്നത് 2K കിഡ്സ് അവർ തന്നെ വിശേഷിപ്പിക്കുന്നത് പോലെ അവർ ഒരു ജോലി തേടി പോകുമ്പോൾ അത് പുരുഷനാണോ സ്ത്രീയാണോ എന്നുള്ള വ്യത്യാസം പോലും തോന്നുന്നില്ല. വലിയ കോമ്പറ്റീഷനാണ്. കേരളത്തിന് പുറത്തേക്ക് പോകാനാണ് കൂടുതൽ പേരും ആഗ്രഹിക്കുന്നതും എന്ന് നമുക്കറിയാം. നമ്മൾ ഇവിടെ ഉള്ള സമൂഹമാവട്ടെ, നമുക്കറിയാം കേരള സമൂഹം എടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ടെറിഷറി സെക്ടറിൽ കൂടുതലായി കോൺസെൻട്രേറ്റ് ചെയ്യുന്നൊരു സമൂഹം കൂടിയാണ്. എന്തുകൊണ്ടാണ് എല്ലാ മേഖലകളിലും കൂടി വരുന്ന സ്ത്രീ സാന്നിധ്യം, ഈ മാറി മാറി വരുന്ന സർക്കാരുകൾ, അല്ലെങ്കിൽ ഈ മൊബൈൽ ഫോണൊക്കെ ഒരു പക്ഷേ വലിയ തോതിൽ എല്ലാവരുടെയും കൈകളിലെത്തിയ ഈ വർഷങ്ങൾക്ക് ശേഷവും ഇപ്പോൾ എത്തി നിൽക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഈ സർക്കാരുകൾ ഇപ്പോഴും ഇതൊന്നും കണ്ടില്ലെന്ന് നടിക്കുന്നത്? അത് വളരെ ചിന്തിക്കേണ്ട വിഷയമാണ്. പല ഘട്ടങ്ങളിലും പലരും ചൂണ്ടിക്കാണിച്ചിട്ടുള്ള വിഷയങ്ങൾ തന്നെയാണ് ഇതൊക്കെ. ഇത് നമ്മൾ ടേഴ്സറി അല്ലെങ്കിൽ സർവീസ് മേഖലയിലേക്ക് സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്ന ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ഫെമിനൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ എന്ന് പറയുന്നു. അതായത് സ്ത്രീകൾ കൂടുതലും അഗ്രികൾച്ചറിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള പുതിയ കണക്കുകളുടെ ഒരു സൂചിക കൂടെ വന്നിട്ടുണ്ട്. അപ്പൊ അതിൽ പ്രകാരം സ്ത്രീകൾക്ക് അപ്പോഴും സ്ത്രീകൾ അവിടെ ഒരു ലോ പ്രൊഫൈൽ ജോലിയാണ് ചെയ്യുന്നത് എന്നതും ശ്രദ്ധേയമാണ്. അപ്പോ ഒരു പ്രൊഡക്റ്റീവ് സെക്ടറിലേക്ക് സ്ത്രീക്ക് എത്തിപ്പെടാൻ പറ്റുന്നുണ്ടോ? അതുപോലെയുള്ള സോഷ്യൽ സെക്യൂരിറ്റി മെഷേഴ്സ് അവർക്ക് വർദ്ധിപ്പിക്കാത്തത് കൊണ്ട് തന്നെയാണ് ഒരു 19നും ഒരു 30 വയസ്സിനും ഇടയ്ക്കുള്ള പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ജോലി സാധ്യത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് നാം പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ മറ്റൊരു വിഷയം ഇതുമായിട്ട് ഞാൻ അത് കണക്ട് ചെയ്ത് വന്നപ്പോ പറയുകയാണ്. നമ്മുടെ വയനാടിന്റെ പദ്ധതിക്കായിട്ട് 750 കോടി രൂപ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എവിടെയാണ് സ്ത്രീ ഡിസാസ്റ്റർ വരുമ്പോൾ സ്ത്രീക്ക് എന്താണ് അധികമായിട്ട് നൽകാനുള്ളത്? അപ്പം പ്രത്യേകിച്ച് ഡിസാസ്റ്റർ വരുമ്പോൾ ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്നത് ഒരു പക്ഷേ നല്ല സ്ത്രീകൾ തന്നെയാണ്. അവരുടെ കുടുംബനാഥനായിരിക്കാം നഷ്ടപ്പെട്ടിട്ട് പോയിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു ഇൻകം ഏർണിംഗ് മെമ്പർ അതിൽ പോയി കഴിഞ്ഞാൽ യാതൊരു തരത്തിലുള്ള വിദ്യാഭ്യാസ യോഗ്യതയും ഇല്ലാതെ ഇനി എന്താണ് തൊഴിൽ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ വീട് നഷ്ടപ്പെട്ടു. അപ്പൊ അങ്ങനെയുള്ള സ്ത്രീകൾ, പിന്നെ പെട്ടെന്ന് തന്നെ നമുക്കിപ്പോ ഒരു ഫ്ലഡ് വന്നാൽ പോലും ഒരു പുനരധിവാസ കേന്ദ്രത്തിലേക്ക് മാറ്റിയാലും അവിടെ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്നത് സ്ത്രീകളാണ്. അപ്പൊ ഇങ്ങനെ സ്ത്രീക്ക് ഡിസാസ്റ്ററിൽ എന്താണ് നമുക്ക് നൽകാൻ പറ്റുന്നത്? അങ്ങനെ ഒരു പ്രഖ്യാപനം ശരിക്കും നമ്മൾ അതൊക്കെ വരേണ്ടതായിരുന്നു. അപ്പൊ അതൊക്കെ ഒരു നിരാശാജനകമായിട്ട് തന്നെ അവശേഷിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ കേരളത്തിന്റെ പ്രത്യേക ഒരു സാധ്യത നമ്മൾ കൊണ്ട് പറയുകയാണെങ്കിൽ ഇങ്ങനെയുള്ള പ്രഖ്യാപനങ്ങൾ വരേണ്ടതായിരുന്നു. എന്നാൽ അൺഫോർച്ചുനേറ്റ്ലി ഇതൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും നിരാശാജനകം എന്ന് പറയാനേ സാധിക്കുന്നുള്ളൂ.